ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന ഏതാണെന്ന ചോദ്യത്തിന് അമേരിക്ക എന്നായിരിക്കും ഏവരുടെയും ഉത്തരം. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഭീമൻ വിമാനവാഹിനി കപ്പലുകളും അന്തർവാഹിനികളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുമുള്ള അമേരിക്കൻ നാവികസേനയ്ക്ക് കടലിൽ എതിരാളികളില്ല എന്ന് തന്നെ പറയാം. എന്നാൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപ്പാതയായ ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അമേരിക്കൻ വമ്പന്മാരുടെ നെഞ്ചിടിപ്പ് കൂടും. അവിടെ അവർ ഭയക്കുന്നത് തങ്ങളെപ്പോലെയുള്ള ഭീമൻ യുദ്ധക്കപ്പലുകളെ അല്ല, മറിച്ച് കടൽപ്പരപ്പിലൂടെ തിന്നി നീങ്ങുന്ന നൂറുകണക്കിന് ചെറിയ സ്പീഡ് ബോട്ടുകളുടെ ഒരു കൂട്ടത്തെയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ നാവിക വിഭാഗം നിയന്ത്രിക്കുന്ന ഈ ചെറു ബോട്ടുകളുടെ കൂട്ടത്തെ സൈനിക ലോകം വിളിക്കുന്നത് മൊസ്കിറ്റോ ഫ്ലീറ്റ് അഥവാ കൊതുകിൻ പട എന്നാണ്. ആകാശത്തെ അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് പോലും കൃത്യമായി കണ്ടെത്താനാകാത്ത വിധം ഒളിപ്പോര് നടത്തുന്ന ഈ കൊതുകിൻ പട ഇന്ന് ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിന് മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഇറാൻ ഹോർമൂസിൽ പയറ്റുന്നത്. അമേരിക്കയെപ്പോലെ ഒരു വൻ ശക്തിയോട് നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ലെന്ന് ഇറാന് നന്നായി അറിയാം. അതിനാൽ അവർ തെരഞ്ഞെടുത്തത് അസിമെട്രിക് വാർഫെയർ അഥവാ അസമത്വ യുദ്ധമുറയാണ്. ശത്രുവിൻ്റെ കരുത്തിനെ അവരുടെ തന്നെ ദൗർബല്യമാക്കി മാറ്റുന്ന തന്ത്രമാണിത്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ കേവലം ലക്ഷങ്ങൾ മാത്രം ചെലവ് വരുന്നതും എന്നാൽ മാരകമായ പ്രഹരശേഷിയുള്ളതുമായ ചെറിയ ബോട്ടുകളെ ഇറാൻ അണിനിരത്തുന്നു. ഹെവി മെഷീൻ ഗണ്ണുകൾ, ടോർപിഡോകൾ, കപ്പൽവേദ മിസൈലുകൾ എന്നിവ ഘടിപ്പിച്ച ഈ ബോട്ടുകൾ കടലിൽ ഒരു തേനീച്ചക്കൂട്ടം പോലെയാണ് പ്രവർത്തിക്കുന്നത്. വലിയ കപ്പലുകൾക്ക് പെട്ടെന്ന് ദിശ മാറ്റാനോ വേഗത കുറയ്ക്കാനോ സാധിക്കില്ല എന്ന പോരായ്മയെ മുതലെടുത്തുകൊണ്ട് നാലുപാടും ശരവേഗത്തിൽ പാഞ്ഞെടുത്ത് ആക്രമണം നടത്തി നിമിഷങ്ങൾക്കകം പിൻവാങ്ങാൻ ഈ മൊസ്കിറ്റോ ഫ്ലീറ്റ് കഴിയും. ഈ നാവിക തന്ത്രം ഇത്രത്തോളം വിജയകരമാകാൻ കാരണം ഹോർമൂസ് കടലിടുക്കിന്റെ പ്രത്യേകതകളാണ്. പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ കപ്പൽപാതയ്ക്ക് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് കേവലം 21 മൈൽ മാത്രമാണ് അകലമുള്ളത്. അതിൽ തന്നെ വലിയ എണ്ണക്കപ്പലുകൾക്കും യുദ്ധക്കപ്പലുകൾക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ആഴമുള്ള പാതയ്ക്ക് വെറും 2 മൈൽ വീതി മാത്രമേയുള്ളൂ. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. ഈ കപ്പൽപാതയുടെ ഒരു ഭാഗം ഇറാന്റെ അധീനതയിലായതിനാൽ ഹോർമൂസിലൂടെ പോകുന്ന ഏതൊരു കപ്പലും ഇറാന്റെ റഡാറുകളുടെയും മിസൈലുകളുടെയും പരിധിയിലൂടെ വേണം സഞ്ചരിക്കാൻ. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അമേരിക്കൻ കപ്പലുകളുടെ നീക്കങ്ങളെ പരിമിതപ്പെടുത്തുകയും അതേസമയം ഇറാന്റെ ചെറിയ ബോട്ടുകൾക്ക് ഒളിച്ചിരുന്ന് ആക്രമിക്കാനുള്ള മികച്ച സാഹചര്യമൊരുക്കുകയും ചെയ്യുന്നു. അത്യാധുനിക നിരീക്ഷണ ഉപഗ്രഹങ്ങളിലൂടെ ലോകത്തിന്റെ ഏത് കോണിലെയും സൂക്ഷ്മമായ ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ കഴിയുന്നവരാണ് അമേരിക്ക. എന്നാൽ ഇറാന്റെ മൊസ്കിറ്റോ ഫ്ലീറ്റിന് മുന്നിൽ ഈ ഉപഗ്രഹങ്ങൾ പലപ്പോഴും കാഴ്ചയില്ലാത്തവരായി മാറുന്നു. ഇതിന് പിന്നിൽ ഇറാന്റെ വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളുണ്ട്. തീരപ്രദേശങ്ങളിലെ പർവ്വത നിരകൾ തുരന്ന് നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിലാണ് ഈ സ്പീഡ് ബോട്ടുകൾ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ സാധാരണ പാറക്കെട്ടുകളോ മത്സ്യബന്ധന തുറമുഖങ്ങളോ ആയി മാത്രമേ ഇവ തോന്നുകയുള്ളൂ. ആക്രമണത്തിനുള്ള നിർദ്ദേശം ലഭിച്ചാൽ നിമിഷങ്ങൾക്കകം ഈ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്ന് ബോട്ടുകൾ കടലിലേക്ക് കുതിച്ചിറങ്ങും. അവയുടെ വലിപ്പക്കുറവ് കാരണം റഡാറുകളിൽ വലിയ സിഗ്നലുകൾ നൽകുകയോ ഉപഗ്രഹങ്ങളുടെ തെർമൽ സെൻസറുകളിൽ പതിയാൻ മാത്രമുള്ള താപം പുറത്തുവിടുകയോ ചെയ്യുന്നില്ല. ഉപഗ്രഹങ്ങൾ ഇവയെ കണ്ടെത്തി വിവരങ്ങൾ കൈമാറുമ്പോഴേക്കും ഈ ബോട്ടുകൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നാശം വിതച്ച് സുരക്ഷിത താവളങ്ങളിലേക്ക് മടങ്ങിയിട്ടുണ്ടാകും. മൊസ്കിറ്റോ ഫ്ലീറ്റ് ഒരിക്കലും ഒറ്റയ്ക്കല്ല ആക്രമണം നടത്തുന്നത് എന്നതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന വസ്തുത. കടലിലൂടെ ഈ ചെറുബോട്ടുകൾ ഇരച്ചെത്തുമ്പോൾ ആകാശത്തിലൂടെ അത്യാധുനിക കാമികാസെ ഡ്രോണുകൾ കപ്പലുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ടാകും. ഒപ്പം തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ തീരപ്രദേശങ്ങളിൽ വനങ്ങളുടെയും പാറക്കെട്ടുകളുടെയും മറവിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് കപ്പൽവേദ മിസൈലുകളും കുതിച്ചുയരും. ഒരേ സമയം കടൽ തീരത്ത് നിന്നും കടലിനടിയിൽ നിന്നും ആകാശത്ത് നിന്നും വരുന്ന ഈ കൂട്ടായ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എത്ര വലിയ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കും പരിമിതികളുണ്ട്. റഡാറുകൾ ഒരേ സമയം നൂറുകണക്കിന് ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യേണ്ടി വരുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ സംശയക്കുഴപ്പത്തിലാക്കുകയും പ്രതിരോധ കവചങ്ങളെ ഭേദിച്ച് 1-2 മിസൈലുകളോ ഡ്രോണുകളോ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. ഈ ബഹുതല ആക്രമണ തന്ത്രമാണ് ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന വിദേശ കപ്പലുകൾക്ക് മേൽ വൻ ഭീഷണി ഉയർത്തുന്നത്. വലിയ നാവികപ്പടകൾ ചെറിയ ബോട്ടുകൾക്ക് മുന്നിൽ പരാജയപ്പെട്ട ചരിത്രം മുൻപും ഉണ്ടായിട്ടുണ്ട്. 2002 അമേരിക്കൻ സൈന്യം നടത്തിയ മില്ലേനിയം ചലഞ്ച് എന്ന യുദ്ധ സിമുലേഷൻ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ ഈ സൈനിക അഭ്യാസത്തിൽ ശത്രുപക്ഷത്തെ നയിച്ച അമേരിക്കൻ ജനറൽ പോൾ വാൻ റൈപ്പർ ഉപയോഗിച്ചത് ഇറാന്റെ ഇതേ മൊസ്കിറ്റോ ഫ്ലീറ്റ് തന്ത്രമായിരുന്നു. ചെറിയ ബോട്ടുകളുടെ ഒരു കൂട്ടത്തെ ഉപയോഗിച്ച് അദ്ദേഹം അമേരിക്കയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ 14ഓളം കപ്പലുകളെ ആ സിമുലേഷനിൽ മുക്കി.
വലിയ സാങ്കേതിക വിദ്യകളേക്കാൾ പ്രവചനാതീതമായ തന്ത്രങ്ങൾക്കാണ് പലപ്പോഴും യുദ്ധമുഖത്ത് പ്രാധാന്യം എന്ന് ആ സംഭവം അമേരിക്കയെ പഠിപ്പിച്ചു. എന്നാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഹോർമൂസിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നൽകുന്നത് നിഷേധാത്മകരമായ ഉത്തരമാണ്. വലിയ കപ്പലുകൾ എപ്പോഴും സുരക്ഷിതമാണെന്ന മിഥ്യാധാരണ ഇവിടെ തകർന്നടിയുകയാണ്. ഇറാൻ ഹോർമൂസിൽ നടപ്പിലാക്കുന്ന ഈ പ്രതിരോധ തന്ത്രങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ആഗോള സൈനിക ചിന്താഗതികളിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ശത്രുവിൻ്റെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ അവരെ അന്ധരാക്കുക എന്ന തന്ത്രമാണ് ഉപഗ്രഹങ്ങളെ കബളിപ്പിക്കുന്നതിലൂടെ ഇറാൻ ചെയ്യുന്നത്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ലോകത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു നിർണായക വിഷയമാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഈ ചെറിയ സ്ഫോടനം പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഭീമാകാരമായ ആയുധങ്ങൾ കൊണ്ട് മാത്രം ആധുനിക യുദ്ധങ്ങൾ ജയിക്കാനാവില്ലെന്ന വലിയ പാഠമാണ് ഇറാന്റെ മോസ്കിറ്റോ ഫ്ലീറ്റ് ലോകത്തിന് നൽകുന്നത്. വേഗതയും അദൃശ്യതയും കൃത്യമായ ഏകോപനവും ഉണ്ടെങ്കിൽ വലിയ ആയുധപ്പുരകളെ പോലും നിഷ്പ്രഭമാക്കാൻ കഴിയുമെന്ന് അവർ തെളിയിക്കുന്നു. സാങ്കേതികവിദ്യയുടെ അവസാന വാക്ക് തങ്ങളാണെന്ന് അഹങ്കരിക്കുന്ന വൻ ശക്തികൾക്ക് സമുദ്രത്തിലെ ഈ ചെറിയ കൊതുകുകൾ നൽകുന്ന താക്കീത് ഭാവിയിലെ യുദ്ധങ്ങൾ എപ്രകാരമായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കടലിലെ ഈ എലിയും പൂച്ചയും കളി വരും നാളുകളിൽ കൂടുതൽ സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പരമ്പരാഗത നിയമങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് കാലം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.